അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇത് നമ്മൾ ഉബുദിന്ന് ഒരു 1.5 മണിക്കൂർ മേളിലോട്ട് ട്രാവൽ ചെയ്തിട്ട് വന്നിട്ട് നോർത്ത് ഭാഗമാണ്, ഇന്തോനേഷ്യയുടെ നോർത്ത് ഭാഗം. അപ്പോൾ അവിടെ നമ്മൾ ബുക്ക് ചെയ്തൊരു ജംഗിൾ റിസോർട്ടാണ്. ഇത് കുറച്ച് ഉള്ളിലോട്ടുള്ള ഏരിയയാണ്, വലുതായിട്ട് ടൂറിസ്റ്റുകളൊന്നും വരാത്തൊരു ഏരിയയാണ്. നമ്മളപ്പോൾ ഇന്ന് ഇവിടെയാണ്. ഇന്ന് നമ്മൾ ബാലിയിലെ നോർത്തേൺ റീജിയൻ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാനായിട്ടാണ് പോകുന്നത്. അപ്പോൾ രാവിലെ നമ്മൾ ഈ താമസിക്കുന്ന ഈ റിസോർട്ടിൽ തന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നമുക്ക് നേരെ ബൈക്ക് റെൻറ്റ് ഇവിടെ തന്നെ കിട്ടും. ബൈക്ക് റെൻറ്റ് എടുത്തിട്ട് നമുക്ക് പോവാം. അതേപോലെ കാണുന്ന ഒരു കോട്ടേജാണ് നമ്മളതും. അപ്പോൾ ഇവിടെയായിരുന്നു നമ്മൾ ഇന്നലെ രാത്രി സ്റ്റേ ചെയ്തത്. അപ്പോൾ ഈ റിസോർട്ടിൽ തന്നെ നമുക്ക് ഒരു ദിവസം ഫുൾ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളുണ്ട്. സ്വിമ്മിംഗ് പൂളുണ്ട്, അതേപോലെ ചെറിയൊരു വെള്ളച്ചാട്ടമുണ്ട്, പിന്നെ അങ്ങനെ കുറേ കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. സ്പാ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് നേരെ ഇതിൻ്റെ ലൊക്കാലിറ്റിക്ക് അടുത്തുള്ള വില്ലേജസിലോട്ടാണ് പോകുന്നത്. ഇതാണ് കേട്ടോ ഈ റിസോർട്ടിലെ റെസ്റ്റോറൻറ്റ് വരുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് രാവിലെ കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്. ഇന്നലെ രാത്രി നമ്മൾ ഫുഡ് ഇവിടെ നിന്നാണ് കഴിച്ചത്. നമുക്കിപ്പോൾ എന്തായാലും ഇവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. അപ്പോൾ അവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് മെനു ഉണ്ട്, അതിനുള്ള ഐറ്റം നമ്മൾ ഓർഡർ കൊടുത്തിട്ടുണ്ട്. ഇനി അതവർ പ്രിപ്പയർ ചെയ്യുമ്പോൾ 10-15 മിനിറ്റ് എടുക്കും. അപ്പോൾ ആ ടൈം കൊണ്ട് നമുക്ക് ഇവിടെയൊക്കെ ജസ്റ്റ് ഒന്ന് ചുറ്റി കാണാം. ആ മുകളിൽ കാണുന്ന ഭാഗമാണ് ഇവിടുത്തെ റിസപ്ഷൻ ഏരിയ വരുന്നത്. പിന്നെ ഇതാണ് ഇവിടുത്തെ പാർക്കിംഗ്. ഇവിടെ നമുക്ക് ബൈക്ക് റെൻറ്റ് കിട്ടും. പിന്നെ ഇവിടെ ഒരു നൈസ് സ്വിമ്മിംഗ് പൂളുണ്ട്. നല്ല രസമുണ്ടായിരുന്നു. നമ്മൾ ഇന്നലെ വൈകിട്ട് വന്നായിരുന്നു, പക്ഷേ ഇറങ്ങാനൊന്നും പറ്റിയില്ല. കാരണം ഇന്നലെ വൈകിട്ട് ഫുള്ള് മഴയായിരുന്നു, വെള്ളമൊന്നും ഒരു മാറിയിട്ടില്ലായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ ഓക്കെ ആണെന്ന് തോന്നുന്നു. ഇവിടെ നല്ലൊരു കൗണ്ടറൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ അതൊക്കെ ഇപ്പോൾ ക്ലോസ്ഡ് ആണെന്ന് തോന്നുന്നു. പിന്നെ ഇവിടെ നമുക്കൊരു സിറ്റിംഗ് ഏരിയ ഉണ്ട്. ഇപ്പോൾ നമ്മുടെ ജംഗിൾ റിസോർട്ടിലെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ് കേട്ടോ. ഒരു ബർഗർ, പിന്നെ കുറച്ച് ഫ്രൂട്ട്സ് ഇവിടെ വെച്ചിട്ടുണ്ട്, ഒരു ജ്യൂസ്, പിന്നെ ഇത് വന്നിട്ട് പാൻ കേക്ക് ആണെന്ന് തോന്നുന്നു. പാൻ കേക്ക് ഇത്രയേ ഉള്ളൂ. പിന്നെ ഒരു കോഫി തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബൈക്ക് റെൻറ്റിന് ഇന്നലെ രാത്രിയോടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് റെഡിയായി എന്ന് പറഞ്ഞാൽ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ റിസപ്ഷനിലോട്ട് പോയിട്ട് ബൈക്ക് കളക്ട് ചെയ്യാം. നമ്മൾ 2 വീലർ നമ്മൾ ഹോട്ടലിലെ റിസപ്ഷനിൽ തന്നെയാണ് എടുക്കുന്നത്. പക്ഷേ നമുക്ക് 2 ഹെൽമെറ്റേ അവർ ഓൾറെഡി എടുത്ത് വെച്ചിട്ടുള്ളൂ. നമുക്ക് ലച്ചു ഉള്ളതുകൊണ്ട് ഒരു ഹെൽമെറ്റ് കൂടെ എക്സ്ട്രാ വേണം. ഹെൽമെറ്റ് ഇല്ലാതെ നമ്മൾ പോകുന്ന അത്ര സേഫ് അല്ല, അതുകൊണ്ടാണ്. അപ്പോൾ ഒരെണ്ണം കൂടി എടുക്കാനായിട്ട് ആൾ പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എവിടെ പോകണം എങ്ങോട്ട് പോകണം എന്നൊരു ഐഡിയ ഇല്ല. കാരണം ബാലിയുടെ ടോപ്പ് മോസ്റ്റ് പോയിൻ്റാണ്. അപ്പോൾ എവിടെ എന്തൊക്കെ ടൂറിസ്റ്റ് അട്രാക്ഷൻ ഉണ്ടെന്ന് പോലും നമുക്ക് അറിയത്തില്ല. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഗൂഗിൾ മാപ്പ് നോക്കിയിട്ട് ഇവിടെ ഒരു അടുത്തൊരു വില്ലേജ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ കാണാനായിട്ട് ജസ്റ്റ് ഒന്ന് പോകും. അപ്പോൾ നമ്മൾ ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ നമ്മൾ സ്കൂട്ടി എടുത്തിട്ട് നമ്മൾ ആ കാണുന്ന ബാക്കിലത്തെ സ്ഥലം കണ്ടോ, അവിടെ ഭയങ്കര ഹെവി ആയിട്ടുള്ളൊരു ഇറക്കമാണ്. അപ്പോൾ ആ ഇറക്കം കയറാനായിട്ടൊരു ഡൗട്ട് കൊണ്ടാണ് നമ്മൾ വീഡിയോ എടുക്കാൻ. അപ്പോൾ നമ്മൾ കയറിഞ്ഞ് മേളിൽ വന്നു. ഇനി നമുക്ക് പുള്ളിക്കാരൻ തന്നെ കാണിച്ചെന്നൊരു സ്ഥലമുണ്ട്. അപ്പോൾ അങ്ങോട്ടത്തേക്ക് നേരെ പോകാം. നമ്മൾ വന്നിരിക്കുന്ന സ്ഥലം എന്തായാലും കുറച്ച് റിമോട്ട് ഏരിയയാണ്. അത് ഒരു ഗ്രാമപ്രദേശമാണ്. നമ്മൾ കുറച്ച് ദൂരം വന്നിട്ടാണ് ഇതേപോലെ തന്നെ ഒരു സൂപ്പർ മാർക്കറ്റ് തന്നെ കണ്ടത്. അപ്പോൾ അവിടെ കയറി നമ്മൾ കുടിക്കാൻ കുറച്ച് ഡ്രിങ്ക്സും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട്. ഞാൻ സൺഗ്ലാസ് നോക്കി വന്നതാണ്. എൻ്റെ സൺഗ്ലാസ് കുരങ്ങും കൊണ്ടുപോയിട്ടുണ്ട്, പക്ഷേ അവിടെ കിട്ടിയില്ല. അപ്പോൾ ഇവിടെ നമ്മൾ ഡ്രിങ്ക്സ് മേടിച്ചിട്ട് ഇനി നമുക്ക് കുറച്ച് മുന്നോട്ടത്തേക്ക് പോവാം. വാട്ടർഫോൾ, താങ്ക് യു. നമ്മൾ വാട്ടർഫാളിൻ്റെ അടുത്ത് വന്നു കേട്ടോ. ഇതൊരു ഗ്രാമപ്രദേശത്തിനകത്തുള്ള വാട്ടർഫാളാണെന്ന് തോന്നുന്നു. അതായത് നമ്മളിത് അങ്ങ് പോകണം. ആ പാഡി ഫീൽഡിലൂടെയൊക്കെ നടന്നിട്ട് അതിൻ്റെ അപ്പുറത്തെ ഭാഗത്ത് പോകണം. ഏകദേശം 20 മിനിറ്റിന് മേളിൽ നടക്കാമെന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞത്. ഇവിടെ ഒരു ചേട്ടൻ മാത്രമേ ഉള്ളൂ, വേറെ ടൂറിസ്റ്റുകളെ ആരെയും ഇവിടെയും കാണുന്നില്ല. 2-3 ബൈക്കുകൾ മാത്രമേ ഉള്ളൂ. അപ്പം നമ്മളെന്തായാലും പോകുന്നില്ല അങ്ങോട്ട്. റിസ്ക് എടുക്കാൻ വയ്യ. എങ്ങനെയാണ് ഇവിടുത്തെ ആൾക്കാർ നമുക്ക് അറിഞ്ഞൂടാ. അതുകൊണ്ട് വേറെ ഏതെങ്കിലും സ്ഥലത്ത് നമ്മൾ മൗണ്ട് ബാത്തൂർ എന്നുള്ള സ്ഥലത്തേക്ക് പോകാനായിട്ടാണ് പോകുന്നത്. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ബിറ്റ്വീൻ വന്നതാണ്. എന്തായാലും നമുക്ക് അങ്ങോട്ട് പോകാം. ലച്ചുള്ളതുകൊണ്ടാണ് കേട്ടോ, ഇല്ലെങ്കിൽ നമ്മൾ ധൈര്യമായിട്ട് നടന്നു പോയേനെ. ഈ വഴിയിലൂടെയൊക്കെ നമ്മൾ പോകുമ്പോഴത്തേക്ക് നമ്മൾ കേരളത്തിലെ ഏതെങ്കിലും നദിയുടെ കരയിൽ കൂടെ പോയിട്ടുള്ളവർക്കോ അല്ലെങ്കിൽ നദിയുടെ തീരത്തുള്ളവർക്കൊക്കെ മനസ്സിലാവും. ഏകദേശം അതിൻ്റെ അതേ പതിപ്പ് തന്നെയാണ്. പശുവിനെയൊക്കെ കെട്ടിയിരിക്കുന്നുണ്ടോ കണ്ടോ? നമ്മളെയൊക്കെ നാട്ടിലും ഇങ്ങനെയൊക്കെ തന്നെയല്ലേ. നമ്മളിത് ഒരു സ്കൂളിൻ്റെ ഭാഗത്തെത്തി. സ്കൂളിലെ കുട്ടികളൊക്കെ പോകുന്നുണ്ട്. ഇവിടുത്തെ സ്കൂളൊക്കെ എന്ന് പറഞ്ഞാൽ ഇതേപോലെയൊക്കെയാണ് കേട്ടോ. ഇവിടെ എല്ലാവർക്കും ഒന്നും ഫ്രീ ആയിട്ടൊന്നും വിദ്യാഭ്യാസം കിട്ടില്ല. ഇവിടെ വിദ്യാഭ്യാസത്തിന് ഭയങ്കര എമൗണ്ടാണ്, പെയ്ഡാണ് സ്കൂളൊക്കെ. അപ്പോൾ എല്ലാവരും ഒന്നും സ്കൂളിൽ പോയില്ല. കണ്ടോ, കുട്ടികളുടെ പ്ലേ ഗ്രൗണ്ട് ഒക്കെ ഉണ്ട്. യൂണിഫോം എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ, നല്ല രസമുണ്ട്. ബൈ ബൈ ബൈ.
ഓറഞ്ചിൻ്റെ കൃഷിയാണ് കേട്ടോ ഇവിടെ കൂടുതലും കാണുന്നത്. ഓറഞ്ച് ഉണ്ട്, പിന്നെ ടൊമാറ്റോ ഉണ്ട്, ഒരുപാട് സാധനങ്ങൾ ഇവർ കൃഷി ചെയ്ത് കാണിക്കുന്നുണ്ട്. ഇവിടെ അടിപൊളി ക്ലൈമറ്റാണ് കേട്ടോ. നമ്മൾ കുട്ട ഏരിയയിൽ പോലെ ഭയങ്കരമായ ചൂടൊന്നുമില്ല. ഇവിടെ നമ്മൾ 2 വീലറിൽ പോയിട്ട് തന്നെ നമുക്കൊരു ഹൈ റേഞ്ച്, നമ്മളെയൊക്കെ നാട്ടിലുള്ള മൂന്നാർ ഊട്ടിയൊക്കെ പോകുന്ന പോലുള്ളൊരു ഫീലിംഗ് ആണ്. അടിപൊളി റോഡാണ്, വലിയ തിരക്കും കാര്യങ്ങളും ഒന്നുമില്ല. ടൂറിസ്റ്റുകളുടെ എണ്ണം വളരെ കുറവാണെന്നേ ഉള്ളൂ. പിന്നെ ടൂറിസത്തിന് പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ഭാഗമല്ല ഇവിടെ, ബാലിയുടെ ടോപ്പ് മോസ്റ്റ് ഭാഗമാണ്. അപ്പോൾ നമുക്ക് തിരിച്ചാൽ നോക്കാം. Skip ticket ya. Thank you. This ticket. Yeah. ഒരു ഐഡിയ ഇല്ല കേട്ടോ. ഗൂഗിൾ മാപ്പിൽ കാണിച്ച സ്ഥലം വെച്ച് വന്നതാണ്. പക്ഷേ ഇത് വേറെ എങ്ങോട്ടൊക്കെയോ പോകുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു കേട്ടോ. വണ്ടിയൊക്കെ ഭയങ്കര ഹൈ റിസ്ക്. നമ്മൾ കുറേയും ഇറങ്ങി വന്നു, ഇനി നമ്മൾ തിരിച്ച് ഇത്രയും കയറി പോവുകയും വേണം. അപ്പോൾ ഇനിയിപ്പോൾ അവർ കൊണ്ടുപോകുന്നത് ഒരു വെഡ്ഡിങ് സെറിമണി ഇവിടെ നടക്കുന്നുണ്ടെന്നാണ് പറഞ്ഞേ. അപ്പോൾ ബാലിനീസ് വെഡ്ഡിങ് എങ്ങനെയുണ്ടെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ ഈ ടെമ്പിളിനകത്ത് ഇവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിന്ന് ഇവർ ടിക്കറ്റൊക്കെ എടുത്തിട്ട് അകത്ത് ഗൈഡിന് ഉൾപ്പെടെ കയറ്റി വിട്ടെ. ഇവിടത്തേക്ക് എല്ലാ ടെമ്പിളിലും നമുക്ക് ചെരുപ്പിട്ടിട്ട് അകത്ത് കയറാം. നമ്മളെയൊക്കെ സെയിം ക്ഷേത്രങ്ങളിലുള്ള വിഗ്രഹങ്ങൾ തന്നെയാണ് ഇവിടേക്ക് ഇരിക്കുന്നത്. പക്ഷേ എല്ലായിടത്തും നമ്മളിത് ചെരുപ്പൊന്നും ഒരു ഇഷ്യൂ അല്ല. ഇവർക്കത് ഈ പുറത്തൂടെ ഈ ബാലിനീസ് ഡ്രസ്സ് മാത്രം ധരിച്ചാൽ മതി. ആ കൊച്ചു ലച്ചുവിൻ്റെ കൂടെ ഒന്ന് ഫോട്ടോ എടുത്തിട്ടോ. അതിന് ഭയങ്കരമായിട്ട് നാണം വന്ന്. ഇവരെ വെഡ്ഡിങ് സെറമണി, അവരെ വെഡ്ഡിങ്ങിൻ്റെ കല്യാണ പാർട്ടിയിൽ വന്നതായിരിക്കും നമ്മളെയൊക്കെ നാട്ടിലെ പോലെ. അവരെ കുടുംബക്കാരൊക്കെ ആയിരിക്കും അല്ലേ? ആയിരിക്കും. അതാണ് കേട്ടോ, നല്ല ക്ലൗഡി ആയിട്ട് നിൽക്കുന്നത് മൗണ്ട് ബാട്ടൂർ ഏരിയ. നമ്മൾ വന്നിട്ടേ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു റെസ്റ്റോറൻറ്റ് കയറി കേട്ടോ. ഇവിടെ ബൊഫേ ആണ്, ഒരാൾക്ക് 150K ആണ്. അപ്പോൾ അടിപൊളി സാധനങ്ങളാണ്, എല്ലാം കിടില സാധനങ്ങളാണ്. പിന്നെ വ്യൂ എന്ന് പറഞ്ഞാൽ അന്യായ വ്യൂ ആണ്. നമുക്ക് ഈ മൗണ്ടനെ നോക്കിയിരുന്നിട്ട് കാണാം. ഇത് കണ്ടോ, ഇവിടെ എല്ലാം മറ്റേ ഗ്രൂപ്പ് ടൂറിസ്റ്റുകൾ കൊണ്ടുവരുന്ന പരിപാടികളാണ്. ഗ്രൂപ്പായിട്ട് ടൂറിസ്റ്റുകൾ വരുന്നത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് വന്നപ്പോഴത്തേക്ക് ഇവിടെ നല്ല തിരക്ക് കണ്ടുകൊണ്ട് കയറിയതാണ്. എല്ലാ ഫുഡും ഐറ്റംസും എല്ലാം കിടിലായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ പോകാൻ പോകുന്നതേ ഇവിടെ അടുത്തൊരു വാട്ടർഫാൾ ഉണ്ട്. നമ്മൾ ആ വാട്ടർഫാളിൻ്റെ ഏരിയയിലേക്കാണ് പോകുന്നത്. പോകുന്ന വഴിയൊക്കെ കണ്ടോ, നല്ല അടിപൊളിയാണ് കേട്ടോ. പാഡി ഫീൽഡാണ് മൊത്തം കാണുന്നത്. ഇത് ഉബുദിൻ്റെ ഏരിയയിലാണ് കേട്ടോ. നമ്മൾ തിരിച്ച് ആ മൗണ്ട് ബാത്തൂന്ന് തിരിച്ച് നമ്മൾ താമസിക്കുന്ന ഹോട്ടലിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അടുത്തുള്ള 2-3 ലൊക്കേഷനിലാണ് നമ്മൾ പോകാൻ പോകുന്നത്. അപ്പോൾ അതേ ടിക്കറ്റൊക്കെ നമ്മൾ എടുത്തു. ഇനി നേരെ നമ്മൾ താഴേക്ക് ഇറങ്ങി പോകണം. അപ്പോൾ ആ പോകുന്ന വഴിയൊക്കെ കണ്ടോ, അടിപൊളിയാണ് കേട്ടോ. നമ്മൾ ഈ പോകുന്ന വഴി അവർ അറേഞ്ച് ചെയ്തിരിക്കുന്ന സെറ്റപ്പൊക്കെ കിട്ടില്ല.
അപ്പോൾ നമ്മൾ വാട്ടർഫാൾസിലൊക്കെ പോയിട്ട് തിരിച്ചു വന്നു കേട്ടോ. നമ്മൾ വാട്ടർഫാൾസിലൊക്കെ ഇറങ്ങി, അടിപൊളിയായിരുന്നു. ഇതാണ് വാട്ടർഫാളിൻ്റെ പേരിതാണ്, ഉലുപെട്ടാണു വാട്ടർഫാൾ. വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഡേ ട്രിപ്പ് ഇവിടെ തീരുവാണ്. നമ്മൾ ബൈക്ക് എടുത്തിട്ട് നേരെ നമ്മൾ റൂമിലേക്ക് പോവുകയാണ്. പോകുന്ന വഴിക്ക് എന്തെങ്കിലും കഴിച്ചിട്ട് പോകും. അപ്പോൾ എല്ലാവർക്കും അടുത്ത എപ്പിസോഡ് നമ്മൾ ഉബുദിലേക്കായിരിക്കും പോകുന്നത്. ഉബുദിലെ കാഴ്ചകൾ കാണുന്നവരെ ബൈ ബൈ.